ഗായ്സ്, നമ്മൾ ഇന്ന് പോകുന്നത് സ്റ്റാച്യു ഓഫ് ഇക്വാലിറ്റിയിലാണ്. ആദ്യം തന്നെ ഞാൻ അതിന്റെ ടോപ്പ് വ്യൂ ഒന്ന് കാണിച്ചു തരാം. അത് പൊളിയല്ലേനു. നമ്മൾ കുറച്ച് ദൂരെയാണ്, ആടത്തേക്ക് നമ്മൾ പോക്കാണ്, കുറച്ച് ദൂരെയാണ്. കണ്ടോ, അവിടെ ഒരു ഫിഷിന്റെ കണ്ടോ, അത് ഇവിടുത്തെ ഒരു ഫേമസ് സ്ഥലമാണ്. അവിടെ നമ്മൾ പക്ഷെ പോകുന്നില്ല. ഈടെ നമ്മളങ്ങനെ സ്റ്റാച്യു ഓഫ് ഇക്വാലിറ്റിയിലെത്തിയിട്ടാണ് ലോകത്തിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ ഇരിക്കുന്ന സ്റ്റാച്യു ആണിത് ഗായ്സ്. അപ്പം നമ്മളത് ആ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ കാണുന്ന സ്ഥലം നല്ല ബ്യൂട്ടിഫുൾ സ്ഥലമാണ്. ഞാൻ അവിടെ നിന്ന് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം തൊപ്പിയിട്ട് ഓടിക്കളിക്കുന്നതാണ്. കണ്ടോ, അതാണ് സ്റ്റാച്യു. ഭയങ്കര വലുതാണ്. ഇതാ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും അതിനെ നടന്നുകൊണ്ടിരിക്കല. ഭയങ്കര വെയിലാണ് ഗായ്സ്. അതിൻ്റെ കുറച്ച് ഉള്ളിലോട്ട് കടക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് അടുത്തോട്ട് ഈടെ ഒരു ബസ്സെല്ലാം പോലത്തെ സാധനം കാണുന്നുണ്ട്. നല്ല സീന് സ്ഥലമാണ് ഗായ്സ്. ഇനി നല്ല ഡീറ്റെയിലിംഗ് എല്ലാം ആയിട്ടാണ് ഇതിൻ്റെ ബിൽഡ് ചെയ്തിരിക്കുന്നത്. കുറേ ആനകളും അങ്ങനെയെല്ലാം ഉണ്ട്. ഇത് ഭയങ്കര ബ്യൂട്ടിഫുൾ സ്ഥലമാണ്. ഇത് നിങ്ങൾ എന്തായാലും വരണം ഗായ്സ് കാണാൻ. ആകാശമൊക്കെ സീനാണ് ഗായ്സ്, നല്ല ബ്യൂട്ടിഫുൾ ആണ്. ഞാൻ വെറുതെ ആടെ ഒരു വണ്ടി ഉണ്ടായിരുന്നു ഇങ്ങനെ ഓടിക്കാൻ കിട്ടുന്നത്, അത് ഞാൻ ഓടിക്കുന്നതാണ്. അതിൻ്റെ കൂടി പിപി പിപി എല്ലാവരും മാറിക്കോ, വണ്ടി വരുന്നു. അപ്പം ഇതാ ഞാൻ അങ്ങനെ വണ്ടി പാർക്ക് ചെയ്യാൻ പോക്കാണ്. മുമ്പോട്ടെടുത്തു എൻ്റെ തിരിച്ച് ബാക്ക് എടുക്കലാണ് ഗായ്സ്. നിങ്ങൾ എൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി, അവിടെ ഒരു ചൊട്ട കാണുന്നില്ല, അത് ഇതിനുള്ളിൽ കയറുമ്പോൾ അവർ വെച്ചിരുന്നാണ്. സീനല്ലേ. നമ്മളിതാ ഈ എൻട്രൻസ് കടക്കുകയാണ്. കണ്ടോ, അതാണ് ഭയങ്കര വലിയ ഫ്ലാഗാണ്. സീൻ ഇങ്ങനെ പറക്കുന്നുണ്ട്. 4 മണ്ഡപങ്ങളിലായി 108 വിഷ്ണുവിന്റെ വിഗ്രഹങ്ങളാണ് ഇതിലുള്ളത്. ഈ സ്ഥലം മൊത്തത്തിൽ ഒരു 45 ഏക്കറിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മളിതാ ടിക്കറ്റ് കൗണ്ടറിലേക്കാണ് പോകുന്നത്. ഇതാ ഇവിടെ എന്തെല്ലോ എൻട്രി ഡ്രസ് കോഡ് എന്നെല്ലാം എഴുതിയിട്ടുണ്ട്. ഗായ്സ് ഇതാ കണ്ടോ, അതിന്റെ കുറച്ച് റൂൾസ് ആണ് ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത്. ക്യാമറ ഒന്നും എടുത്തുകൂടാ. ഇത് ഫുഡ് വെയർ വെക്കുന്ന സ്ഥലമാണ്. പിന്നീട് ലഗേജും ഡെപ്പോസിറ്റ് ചെയ്യാനുള്ള സ്ഥലമുണ്ട്. നല്ല രസമാണ് ഗായ്സ് കാണാൻ. ഗായ്സ് ഈ 2022 ഇനോഗ്രേഷൻ നമ്മളെ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഇന്ത്യൻ പ്രസിഡന്റ് രാംനാഥ് കോവിന്ദും അവിടെ വന്നിരുന്നു. ഈ മണ്ഡപങ്ങളിലായി വിഷ്ണുവിന്റെ പല പല വിഗ്രഹങ്ങളാണ് സ്ഥാപിച്ചിരിക്കുന്നത്. ഓരോ ടൈപ്പിലുള്ള വിഗ്രഹങ്ങളാണ് ഇവിടെയുള്ളത്. ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ കുറേ ടൈപ്പ് ഉള്ളതുണ്ട്. അപ്പൊ ഗായ്സ് നമ്മൾ ഇത് കണ്ടാൽ എനിക്ക് കരാട്ട മാസ്റ്ററിനെ പോലെയാണ് തോന്നിയത്. ഇത് സർപ്പത്തിന്റെ ഇതാണ്. നിങ്ങൾ സൂം ചെയ്ത് നോക്കിയാൽ കാണും. 120 കിലോഗ്രാം ഗോൾഡ് വെച്ച് ഉണ്ടാക്കിയ രാമായണാചാര്യന്റെ സ്റ്റാച്ചു ആണിത്. ഇതാണ് ഗായ്സ് ആ സ്റ്റാച്ചുവിന്റെ ഡീറ്റെയിലിങ്സ്, അതിന്റെ ഹൈറ്റ് എല്ലാം. ആ സ്റ്റാച്ചുവിന്റെ അടിയിൽ കുറച്ച് ആനകളെ സ്റ്റാച്യൂസ് ഉണ്ട്. ആടത്തെ പ്രസാദം നെയ്യപ്പൂ ലഡു അതേപോലത്തെ എല്ലാം നമ്മൾ ഇതാന്ന് വാങ്ങിച്ചേ. ഇതാ ഗായ്സ് നല്ല കാറ്റാണ് അവിടുന്ന് നല്ല കാറ്റായിട്ട് പോവാനേ തോന്നുന്നില്ല. അപ്പൊ ഇത്രേ ഉള്ളൂ വീഡിയോ. അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു വന്നു. ഒന്നും നോക്കണ്ട, അടിച്ചോ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. താഴെ ബെല്ലൈക്കോട്ടെ, നിങ്ങൾക്ക് എൻ്റെ വീഡിയോ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ബൈ.